എങ്ങനെ തുടങ്ങണം, ലൈക്ക് ഞാൻ അങ്ങനെ സീനിയേഴ്സിനോടൊന്നും അങ്ങനെ ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എന്ന്, അങ്ങനെ അധികം ഒപ്പീനിയൻസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു പാറ്റേൺ ആണ്, കുട്ടികൾ ഇന്റേൺഷിപ്പിൽ ജോയിൻ ചെയ്യും, പഠിക്കില്ല, വേറെ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ കോളേജ് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോവുക, എന്നിട്ട് അവർ റിഗ്രറ്റ് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ എക്സാം ഡേറ്റ് വരെ ഈ കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ കടന്നു ഓടണം. അപ്പം അതിന് അങ്ങനെ അത്രയും കുറേ കണ്ടന്റ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, അത് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കൂടി പറ്റണമല്ലോ. ആൾക്കാർ പറയുന്ന കേൾക്കുമ്പോഴാണ് അതിന് ഡിഫിക്കൽട്ടീസ്. ഞാൻ പൊതുവേ അങ്ങനെ എൻ്റെ ലൈഫിൽ അത്ര സ്ട്രെസ് ഞാൻ ഒന്നിനും കൊടുക്കാറില്ല. ചില ദിവസം പഠിക്കാനൊന്നും മൂഡുണ്ടാവില്ല, അപ്പം എനിക്ക് പഠിക്കാൻ മൂടില്ല എന്നൊക്കെ ഒരാളോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് ഇതിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. അതും ഫാക്കൽറ്റീസ് ഒക്കെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇത് ഇങ്ങനെയാണ്, ഇത് ഇവിടെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ലൈക്ക് എക്സാമിന് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ ബോധേഡ് ആയി ആ എൻവയൺമെൻറ്റും ഒക്കെ. പക്ഷെ അപ്പം അങ്ങനെയൊന്നും അതാവാതെ ഫോക്കസ്ഡ് ആയിട്ട് ആ എക്സാം ചെയ്യാന്നുള്ളതാണ്. ഹായ് ഓൾ, ഡോക്ടർ ആഷിഖാണ് ഫ്രം പാട്ടി കാലിക്കറ്റ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ആലിയാണ്. ഡോക്ടർ ആലിയ INICET റാങ്ക് 73, NEET MDS റാങ്ക് 229, 2026 എക്സാമിൽ വണ്ടർഫുൾ റാങ്ക്സ് മേടിച്ച് കൗൺസിലിംഗ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പേഴ്സണാണ്. സോ വെൽക്കം ആലിയ നമ്മുടെ സെഷനിലോട്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആലിയയുടെ ജേർണി, എത്രത്തോളം എങ്ങനെയാണ് ആലിയ പ്രിപ്പയർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ കമ്മിങ് ടു ആലിയ, എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് തുടങ്ങിയത്, ഏത് കോളേജിലാണ് പഠിച്ചത്, എങ്ങനെയാണ് UG ലൈഫ്? ഞാൻ ഡോക്ടർ ആലിയ, ഞാൻ എഡ്യൂക്കേർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് എന്നാണ് UG എടുത്തത്. അപ്പോൾ UG ചെയ്യുമ്പോഴേ MDS ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇന്നത് ജോയിൻ ചെയ്യണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ടൈമിലാണ് ബാട്ടിയൻ്റെ ഇന്റേൺഷിപ്പിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല? ഇല്ല. എന്തുകൊണ്ട് ഇന്റേൺഷിപ്പിൽ പ്രിപ്പയർ ചെയ്തിരുന്നത്? അല്ല, ഫുള്ള് കോൺവക്കേഷൻ, അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പറഞ്ഞു നമുക്ക് ബാട്ടിയസിൽ ജോയിൻ ചെയ്യാം. അപ്പം അങ്ങനെ ക്ലാസ് കണ്ടപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നിയത്. കാരണം ബാട്ടിയ എന്നെ ലൈക്ക് എങ്ങനെ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യണം, പ്ലാൻസൊക്കെ എല്ലാ യൂട്യൂബ് വീഡിയോസ് ആയിട്ടും സാറിൻ്റെ മെൻറ്റർഷിപ്പായിട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ജേണി പോയത്. ഈ 2018 ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്, 2019 പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത്. ആ ഒരു വർഷം ഡ്രോപ്പ് എടുത്തിട്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇന്റേൺഷിപ്പിൽ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒബ്വിയസ്ലി മെമ്മറി കാര്യങ്ങൾ ഒക്കെ, പിന്നെ ആ ഒരു സീരിയസ്നെസ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തായാലും ഇന്റേൺഷിപ്പ് അതിൽ ഒരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ആലിയ പറഞ്ഞതിൽ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു പാറ്റേൺ ആണ്, കുട്ടികൾ ഇന്റേൺഷിപ്പിൽ ജോയിൻ ചെയ്യും, പഠിക്കില്ല, വേറെ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ കോളേജ് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോവുക, എന്നിട്ട് അവർ റിഗ്രറ്റ് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അവിടെ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. നിങ്ങൾ ഇന്റേൺഷിപ്പിലാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ഇന്റേൺഷിപ്പിലാണോ? ആദ്യം ഞാനത് ഇന്റേൺഷിപ്പിൽ എന്തായാലും ഇപ്പം അങ്ങനത്തെ കുറെ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഇയർ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് പോസ്റ്റ് ഇന്ത്യൻ ആവുന്ന സമയത്ത് എങ്ങനെയായിരുന്നു റുട്ടീൻ, എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ കൊണ്ടിരുന്നത്? പോസ്റ്റ് ഇന്ത്യൻ ഇതേപോലെ ഞാൻ എങ്ങനെ തുടങ്ങണം, ലൈക്ക് ഞാൻ അങ്ങനെ സീനിയേഴ്സിനോടൊന്നും അങ്ങനെ ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എന്ന്, അങ്ങനെ അധികം ഒപ്പീനിയൻസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ബാട്ടിയസിൽ ജോയിൻ ചെയ്തപ്പോൾ സാറ് ഡെയിലി വാട്സപ്പ് ഗ്രൂപ്പിലായിട്ടും ഹിമാനി മാമിൻ്റെ വീഡിയോസ് ആയിട്ടും അപ്പം അങ്ങനെ ഒരു ഐഡിയ കിട്ടി. ഇങ്ങനെ ലൈക്ക് റിവിഷനിലാണ് കാര്യം, നമ്മൾ നോളജ് അത്ര കയറ്റാൻ മാത്രമല്ല അത് യൂട്ടിലൈസ് ചെയ്യാനും കൂടി നമുക്ക് പറ്റണം എന്നുള്ളത് അങ്ങനെ തോന്നി. അപ്പോൾ ഈ ക്ലാസ്സസ് എങ്ങനെയാണ് കണ്ടിരുന്നത്, എങ്ങനെയാണ് എൻ്റെ പാറ്റേൺ? ക്ലാസ്സസ് ഞാൻ ഫസ്റ്റ് എനിക്ക് തന്നെ ടൈം കൊടുത്തു. ലൈക്ക് ഞാനൊരു ഇന്റേൺഷിപ്പ് അത്രയും നല്ലൊരു ടൈം കഴിഞ്ഞിട്ടിരിക്കുമ്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഞാൻ തന്നെ മനസ്സിൽ അത് എന്തായാലും ഉണ്ടാവും എന്നുള്ള രീതിക്ക് ലൈവ് ക്ലാസ്സസ് ആയിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ലൈവ് ക്ലാസ്സസിൻ്റെ കൂടെ അത്രയും സ്ലോ ആയിട്ട് തന്നെ ഞാൻ ആദ്യം തുടങ്ങിയത്. ലൈക്ക് ആ ക്ലാസ്സസ് കാണും, ആ സംഭവങ്ങളൊന്നും കൂടി വായിക്കും, നോട്ട്സ് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ലൈക്ക് ഞാൻ എഴുതി പഠിക്കുന്ന ആളാണ് ആക്ച്വലി, പക്ഷെ അതൊക്കെ നമുക്ക് ഒരു സ്ട്രാറ്റജിയിൽ അതൊന്നും വർക്കാവാൻ കുറച്ച് ടൈം എടുക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ DBMCൻ്റെ നോട്ട്സ് തന്നെയാണ് ഫോളോ ചെയ്തത്. അപ്പോൾ അങ്ങനെ ലൈവ് ക്ലാസ്സസിൻ്റെ കൂടെ കറക്റ്റ് ഒരു കഴിഞ്ഞ ഒക്ടോബർ നവംബർ ആയപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സും കണ്ട് കഴിഞ്ഞു. പിന്നെ സാറും മാമൊക്കെ പറയുന്ന പോലെ തന്നെ റിവൈസ് ചെയ്യുക, PYQs ഒക്കെ അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ റിവിഷനിലോട്ട് വരാം. ഈ ക്ലാസ്സസ് കാണുന്ന സമയത്ത് നമുക്ക് ഇല്ലാത്തൊരു കാര്യം, നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ച ആൾക്കാരാണ്. NEET MDSൻ്റെ പ്രിപ്പറേഷനും ഈ യൂണിവേഴ്സിറ്റി എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന തമ്മിൽ എന്ത് വ്യത്യാസം തോന്നി? യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ആ സ്റ്റഡി ലീവിൻ്റെ ടൈമിൽ പറ്റുന്ന അത്രയും കേട്ട് അത് അവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ എക്സാം ഡേറ്റ് വരെ ഈ കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ കടന്നു ഓടണം. അപ്പം അതിന് അങ്ങനെ അത്രയും കുറേ കണ്ടന്റ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, അത് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കൂടി പറ്റണമല്ലോ. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഈ പഠിച്ച കോൺസെപ്റ്റ് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു റിയലൈസേഷൻ നമുക്ക് അപ്പോഴാണ് കിട്ടുന്നത് തോന്നുന്നു. ഈ കോൺസെപ്ച്വൽ ലേണിങ്ങിനൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സസ് ഒക്കെ? ക്ലാസ്സസ് എന്നാണ് കോൺസെപ്റ്റ്. നമ്മൾ ഇപ്പോൾ BDS ടൈമിൽ എക്സാം പാസ്സാവുക എന്നുള്ളത് മാത്രമാണ് ഇത്. അപ്പോഴാണ് ഇത് അതുകൊണ്ടായിരുന്നു അന്ന് ഇങ്ങനെ പഠിപ്പിച്ചെന്നുള്ളതൊരു നമുക്ക് അപ്പോഴാണ് അതൊരു
റിയലൈസേഷൻ. അപ്പോൾ ഈ ക്ലാസ്സസ് എങ്ങനെയാണ് കണ്ടിരുന്നത്? ക്ലാസ്സസ് കഴിഞ്ഞിട്ടുള്ള റുട്ടീൻ എങ്ങനെയൊക്കെ ആയിരുന്നു? ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം 1.5x അങ്ങനെ എന്തെങ്കിലും ഇട്ട് കാണാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊരു സുഖം തോന്നിയില്ല. പിന്നെ അത് ലൈവായിട്ട് കാണുമ്പോൾ അത് ആ ടൈമിൽ നമ്മളും കൂടി അത് കണ്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് റിവൈസ് ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു മിസ്റ്റേക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കറക്റ്റ് ലൈവിൻ്റെ കൂടെ തന്നെയാണ് കണ്ട് ക്ലാസ് കാണും. പിന്നെ അടുത്ത ദിവസം ആ നോട്ട്സ് വായിക്കും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഗുരുകുൽ ആപ്പിൽ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ അത് ചെയ്യും. അങ്ങനെ ആ ഒരു റൂട്ടീനിലാണ് പോയിപ്പോൾ. ഈ കോൺസെപ്ച്വൽ ലേണിംഗ് എന്നുള്ള സാധനം ഒരു 3 year ആയിട്ട് ഭയങ്കരമായിട്ട് MDS പ്രിപ്പറേഷൻസിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ബാട്ടി എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കോൺസെപ്ച്വൽ? കോൺസെപ്ച്വലി ബാട്ടിയാണ് എനിക്ക് കോൺസെപ്റ്റ്സ് തന്നതെന്ന് ഞാൻ പറയും. ലൈക്ക് നമ്മൾ BDS പഠിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇതിനാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് അതിന് വേറെ ഒരു വൈബാണ്. ഇപ്പോഴാണ് ഇതിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. അതും ഫാക്കൽറ്റീസ് ഒക്കെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇത് ഇങ്ങനെയാണ്, ഇത് ഇവിടെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ലൈക്ക് വെറും MCQ ഓറിയൻറ്റഡ് മാത്രമല്ല, ലൈക്ക് ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നുള്ളത് ക്ലാസ്സസ് നമുക്ക് കിട്ടിയിട്ട്. ഒരു ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റിനെ പറയാൻ പറഞ്ഞാൽ കുറേ പേരുണ്ട്. ഞാൻ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിരിക്കും ഇതാണ് എൻ്റെ ഫേവറേറ്റ്, അടുത്ത ക്ലാസ് വരുമ്പോൾ ഇതും എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ അപ്പം എടുത്ത് പറയാനാണെങ്കിൽ ഒബ്വിയസ്ലി ഹിമാനി മാമിൻ്റെ സർജറി, പിന്നെ സുശാന്ത് സാറിൻ്റെ പാത്തോമൈക്രോ റാപ്പിഡ് റിവിഷൻ കണ്ടാൽ മതി. ചിലപ്പോൾ ആ ലൈവ് ക്ലാസ്സും കൂടി കാണണമെന്നില്ല, ആ റാപ്പിഡ് റിവിഷൻ തന്നെ നമുക്ക് അത്യാവശ്യം കിട്ടും. ഫാർമക്കോളജി ആവട്ടെ, മെഡിക്കൽ സബ്ജക്റ്റ് ഒക്കെ ഞാൻ അത്ര സ്ട്രോങ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അതൊക്കെ അവർ കറക്റ്റ് നമുക്ക് അതിന് എന്താണ് നമുക്ക് ഡെന്റലി നമുക്ക് ഇപ്പോൾ ഒരു ക്ലിനിക്കിലായാലും എന്താണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ MCQയിൽ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്നാണ്, പോസ്റ്റ് ഇന്ത്യൻ ആണ്, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തത്? എന്താ ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആൾക്കാർ പറയുന്ന കേൾക്കുമ്പോഴാണ് അതിന് ഡിഫിക്കൽട്ടീസ്. ഞാൻ പൊതുവേ അങ്ങനെ എൻ്റെ ലൈഫിൽ അത്ര സ്ട്രെസ് ഞാൻ ഒന്നിനും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രൈവറ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ഒരു വർഷം അങ്ങനെ യൂസ് ചെയ്തില്ല, അതൊന്നും ഞാൻ അതിൻ്റെ മൈൻഡിലേക്ക് എടുത്തിട്ടില്ല. അത് വരുന്നോടത്ത് വെച്ച് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എൻ്റെത്. അപ്പോൾ അതിന് അപ്പം നമുക്കൊരു ഇതുണ്ടാവില്ലേ, ഇതിൻ്റെ ഈ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടുമോ, ഇത് നമുക്ക് ലൈക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ആവോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും, ഒരു സെൽഫ് ഡൗട്ട് വരും. അപ്പോൾ കോയിൻസിഡൻ്റലി സാറിൻ്റെ ഓഡിയോസ് ഉണ്ടാവും വാട്സപ്പ് ഗ്രൂപ്പിൽ, ലൈക്ക് ഇതൊക്കെ നോർമലാണ്, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, അതൊക്കെ നോർമലാണ്. അപ്പോൾ നമുക്ക് ഇത് മതി. ആ ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഡിമോട്ടിവേഷൻ മറികടക്കാനോ, അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവും, എന്തെങ്കിലും സ്പെഷ്യലി ചെയ്തു? അതെ, ഇതൊരു സ്മൂത്ത് ഗ്രാഫ് അല്ല എന്തായാലും. നമ്മൾ കുറച്ച് ദിവസം പഠിച്ചാൽ അടുത്ത ദിവസം ചിലപ്പോൾ പഠിക്കാനേ മൂടുണ്ടാവില്ല. അപ്പം അങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ എന്നാൽ ശരി ഒരു 10 MCQ എങ്കിലും ചെയ്യാം. അങ്ങനെ ആ ഡേ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു ആശ്വാസത്തിൽ ഞാൻ കിടന്നുറങ്ങും. ലൈക്ക് അങ്ങനെ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ തന്നെ ഞാൻ വിചാരിക്കും ചില ദിവസം പഠിക്കാനൊന്നും മൂടുണ്ടാവില്ല. അപ്പം എനിക്ക് പഠിക്കാൻ മൂടില്ല എന്നൊക്കെ ഒരാളോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാറിൻ്റെ ഓഡിയോ ഉണ്ടാവും, അതൊക്കെ നോർമലാണ്, അടുത്ത ദിവസം നമ്മൾ അതും കൂടി കോൺസെൻട്രേറ്റ് ചെയ്താൽ അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള. ഈ ബാട്ടിൻ്റെ ക്ലാസ്സസിനെ കുറിച്ച് പറഞ്ഞു, നോട്ട്സിനെ കുറിച്ച് പറഞ്ഞു. ക്ലാസ് കണ്ട് നോട്ട്സ് ചെയ്തെടുക്കുന്ന സമയത്ത് എന്തൊക്കെ അഡ്വാൻറ്റേജസ് തോന്നിയിരുന്നത്? ക്ലാസ് കണ്ടിട്ട് നോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു? നോട്ട്സ് എഴുതുന്ന ടൈമിൽ ഞാൻ ഫസ്റ്റ് എനിക്ക് ബുക്സ് എത്താൻ കുറച്ച് ടൈം ലേറ്റ് ആയി. അപ്പോൾ പെരിയായിരുന്നു നടന്നത്. അപ്പോൾ ഞാൻ അതേപോലെ എനിക്ക് എഴുതി പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ എഴുതുമ്പോൾ രസമുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് റിപ്രൊഡക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ പിന്നെ ആ നോട്ട്സിൽ നമ്മൾ ആ പോയിന്റ് തന്നെ ഹൈലൈറ്റ് ചെയ്ത് അതന്നെ വീണ്ടും വീണ്ടും കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ എഴുതുന്നേക്കാൾ ബെറ്റർ ഇത് കണ്ട് അത് മൈൻഡിലേക്ക് കയറുക എന്നുള്ളത് തന്നെയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് ഉണ്ടാവാൻ തോന്നുന്നു. ഈ റിവിഷനൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്തത്? എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്നു? ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്തെത്തുമോ, അല്ല ആ സമയത്ത് കുറേ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കേൾക്കുമ്പോൾ പിള്ളേർക്ക് ഇയാളെന്താ തള്ളിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ തോന്നും. അപ്പോൾ എന്താണ് അങ്ങനത്തെ ഒരു? ഇല്ല, ഞാൻ ഇതേപോലെ തന്നെ ഞാനത് കേട്ടപ്പോൾ ഒരു ദിവസം 1800 ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ കണക്കിൽ അങ്ങനെ ഒരു നമ്പറേ ഇല്ല. ഞാനിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇന്നിപ്പോൾ ഫുള്ള് ഈ സർജറിൻ്റെ PYQs നോക്കാൻ വിചാരിച്ചാൽ ഞാൻ അത് ഏകദേശം നോക്കി കഴിഞ്ഞിരിക്കണമെങ്കിൽ അത്ര, അല്ലാതെ ഞാനത് ഒരിക്കലും കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ഇത്ര അവർ ഞാൻ പഠിച്ചു അങ്ങനത്തെ ഒരു കണക്കുണ്ടായിരുന്നു. ഞാൻ സാറിനോട് വരെ മെസ്സേജ് അയച്ചിരുന്നു, എനിക്കിങ്ങനെ 8 to 12 hours ഒക്കെ ഞാൻ ഇരിക്കണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ അവേഴ്സിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആ ടൈമിൽ എത്രത്തോളം പോസിറ്റീവായിട്ട് ഇരുന്ന് പഠിച്ചു എന്നുള്ളതിന് തന്നെ ആവും അഡ്വാൻറ്റേജ് എന്ന് തോന്നുന്നു. ഈ ഒരു സിംഗിൾ മോസ്റ്റ് ആക്ടിവിറ്റി പറയുകയാണെങ്കിൽ ആലിയ ചെയ്തതിൽ അതുകൊണ്ടാണ് എനിക്ക് റാങ്ക് കിട്ടിയത് എന്ന് തോന്നുന്ന ഒരു ആക്ടിവിറ്റി അതായിരിക്കും? ഇതന്നെ റിവിഷൻ. ലൈക്ക് കണ്ട സാധനങ്ങൾ തന്നെ പിന്നെയും കാണാം. ലൈക്ക് അതിങ്ങനെ നമുക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കുക എന്നുള്ളതല്ല, അത് വീണ്ടും ഫോട്ടോഗ്രാഫിക്കായിട്ട് ഒരു 2-3 തവണ നോട്ട്സിൽ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഏകദേശം തലയിലുണ്ടാവും. പിന്നെ തന്നെ PYQs റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ ഞാൻ ചെയ്തത് തന്നെ ശരിക്കും പറയും ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചത് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ബാഗിൽ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് ഞാൻ ചെയ്തതാണെങ്കിലും അറിയുന്നതാണെങ്കിലും ചെയ്യും. കാരണം ചിലത് നമ്മൾ ഫസ്റ്റ് ഒരു ലക്കിൽ ചിലപ്പോൾ കിട്ടിയതായിരിക്കാം, പക്ഷെ പിന്നെ അത് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ പിന്നും ചെയ്തിട്ടായിരുന്നു ചെയ്തത്.
പിന്നെ ഫസ്റ്റ് നമ്മൾ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പിൽ തന്നെ പൾസ് വാങ്ങി വെക്കാന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്തു. പക്ഷെ പിന്നെ അത് നോക്കാനൊന്നും ടൈം കിട്ടിയതുമില്ല. പിന്നെ എനിക്ക് വേറെ റിസോഴ്സസ് പോയിട്ട് തപ്പേണ്ട ആവശ്യം ഉണ്ടായില്ല. ഒക്കെ എനിക്ക് പാഠ്യാസം തന്നെ ഈ ഗുരുകുല ആപ്പിലായിട്ടും കാലിക്കറ്റ് ആപ്പിൽ നിന്നായിട്ടും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ ബുക്സ് ഒന്നും എടുത്ത് നോക്കില്ല. ഫുൾ ഇന്നത്തെ PYQs തന്നെയാണ് ചെയ്തത്. ഈ ഗുരുകുല ആപ്പിനെ കുറിച്ച് പറഞ്ഞു. ഈ ഗുരുകുല ആപ്പിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താ? കസ്റ്റം ക്വസ്റ്റ്യൻ ബാങ്ക്. ചില ദിവസം നമ്മളിപ്പോൾ ബാറ്റിയൻ്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ രണ്ട് സബ്ജക്റ്റ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ അത് പിന്നും പോയി നോക്കണേക്കാൾ നല്ല മിക്സഡ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാവും. അപ്പോൾ കസ്റ്റം ക്വസ്റ്റ്യൻ ബാങ്കിൽ 2 സബ്ജക്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ PYQs ചെയ്യണം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ഫീച്ചർ. പിന്നെ ഓരോ ആസ്പിറൻസ് ഉണ്ടാവും ഫ്യൂച്ചറിൽ MDS എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്, അവരോട് എന്താ പറയുക? അവരോട് ലൈക്ക് നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെ നമ്മൾ വിചാരിക്കുക. ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു ദിവസം നമ്മൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക. അതൊക്കെ തന്നെ നമ്മളെത്തി. പിന്നെ നമ്മൾ എടുത്ത കോച്ചിങ് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ബുക്സിൽ വിശ്വസിക്കുക. ലൈക്ക് പിന്നെ ഫോമോ അടിക്കാതെ ആ കിട്ടിയ സാധനത്തുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. പിന്നെ എല്ലാം പഠിച്ച് കഴിയൂല. അത് സാറൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് ആദ്യം മൈൻഡിൽ വെച്ചു. നമ്മൾ വിചാരിച്ച പോലെ എല്ലാ സബ്ജക്റ്റും എല്ലാ പേജും നോക്കി കഴിയണമെന്നില്ല. പറ്റണത് ചെയ്യുക, PYQs റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. പിന്നെ ഞാൻ എക്സാമിന് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ ബോധേഡായി ആ എൻവയൺമെൻറ്റും ഒക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ഇതാവാതെ ഫോക്കസ്ഡ് ആയിട്ട് ആ എക്സാം ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഹാബിറ്റ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ചെയ്യുന്ന സമയത്ത് ആ ഹാബിറ്റ് ചെയ്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ഹാബിറ്റ് ഏതായിരിക്കും? ഞാൻ ലോങ് ബ്രേക്സ് എടുക്കും. ഞാൻ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാൻ സാറിനോട് പറഞ്ഞു. എനിക്കിങ്ങനെ ആ ഒരു ഹാബിറ്റ് കുറച്ച്. അത് എങ്ങനെയാണ് ഓവർകം ചെയ്തിരുന്നത്? അത് പിന്നെ ഇങ്ങനെ ഉഴപ്പി നടന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പഠിക്കന്നെ വേണമല്ലോ. നമ്മൾ എന്തായാലും എഫേർട്ട് ഇട്ടാലേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഈ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള കാര്യത്തിന് എത്രത്തോളം ഈ ക്വാണ്ടിറ്റി ഓഫ് ടൈമിനാണോ ക്വാളിറ്റി ഓഫ് ടൈമിനാണോ? ക്വാളിറ്റി ആണ് സാർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ എപ്പോഴും അക്കാഡമിക് മീറ്റിംഗ്സിൽ സാറും ഞാൻ സാറൊക്കെ പറയുന്ന പോലെ നമ്മളൊരു എക്സാം വരെ ഒരു സ്യൂഡോ കോൺഫിഡൻസ്, അതായത് ഓവർ കോൺഫിഡൻസ് അല്ല, നമുക്ക് കിട്ടും എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ആ സ്യൂഡോയിലാണ് ഞാൻ ഫുള്ള് പോയത്. GT ഒക്കെ ഫസ്റ്റ് അത് ആ ടൈം പീരീഡ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഞാൻ ഇത്ര ടോപ്പിക്കല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, അതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഞാൻ ഫസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സാറും ഞാൻ സാറും ഐശ്വര്യ മാം ഒക്കെ പറഞ്ഞു അത് നമ്മൾ എത്ര കഴിഞ്ഞു എന്നുള്ളതല്ല, നമുക്ക് ആ 3 hours അവിടെ ഇരിക്കാൻ പറ്റുമോ, അത് ചെയ്യാൻ പറ്റുമോ, കാരണം നമുക്ക് ഇഡലായിട്ട് നമ്മൾ ഇരുന്ന് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് GTs പിന്നെ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുള്ള് ആ ടൈം പീരീഡിൽ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അതിൻ്റെ റാങ്കിലോ സ്കോറിലോ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാതെ അപ്പം എനിക്ക് 3 hours ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ പഠിച്ച കാര്യങ്ങൾ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അങ്ങനത്തെ അതായത് നമ്മളെ കോൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് അതിന് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ GTs ആൻഡ് PCT SWT എന്ത് എക്സാം വന്നാലും നമ്മളത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു. ഈ GT എഴുതുന്ന സമയത്തും GT എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അനാലിസിസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരുന്നത്? GTൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്? സാറിൻ്റെ മെൻറ്റർഷിപ്പ് ലൈക്ക് സാർ ഒരു കുറച്ച് ഇപ്പോൾ ലൈക്ക് GT റാങ്ക്സ് ഒക്കെ എങ്ങനെ ലൈക്ക് അതൊരു ഭയങ്കര മോട്ടിവേഷനാണ്. ലൈക്ക് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ലൈക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് ആരും അറിയുന്നില്ല. അപ്പോൾ സാറൊക്കെ ഇങ്ങനെ GT റാങ്ക് എങ്ങനെ ഉണ്ട്, എന്നിട്ട് ഞാൻ റാങ്ക് പറയുമ്പോൾ സാർ ഇപ്പം കഴിഞ്ഞാൽ മെച്ചമുണ്ട്, അതൊക്കെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. ലൈക്ക് വേറൊരാളും കൂടി പറയുമ്പോൾ അതിന് ഭയങ്കര വാല്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര നല്ലതായി. അതെ, മെന്റർഷിപ്പ് നല്ലതായിരുന്നു. ഒരു കോച്ചിങ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ലൈക്ക് നമ്മൾ ആ ട്രെൻഡ്സ് ഫോളോ ചെയ്യാതെ നമ്മളെ മൈൻഡ് പറയുന്ന കാര്യം നമ്മൾ ഇതാക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ കോച്ചിങ്ങിലും എനിക്ക് തോന്നുന്നു ഡെമോ വീഡിയോസ് അല്ലെങ്കിൽ മുന്നേ പഠിച്ച ആൾക്കാർ അങ്ങനെ സീനിയേഴ്സിനോടൊക്കെ ചോദിക്കുക ലൈക്ക് ഏതാണ് അങ്ങനെ, അതിൽ നിന്ന് നമുക്ക് പ്രോസ് ആൻഡ് കോൺസ് നോക്കിയിട്ട് ജോയിൻ ചെയ്യുക. അല്ലാതെ ഒരു ഫോം അടിച്ചിട്ട് ഒരു ട്രെൻഡ് മാത്രം ഫോളോ ചെയ്യാതൊക്കെയാണ് നല്ലതായി തോന്നുന്നത്. എന്തുകൊണ്ടാണ് ബാട്ടി ചൂസ് ചെയ്തത്? ബാട്ടി ഞാൻ ആക്ച്വലി അറിയാതെ ലൈക്ക് എൻ്റെ ബ്ലെസ്സിങ് എൻ്റെ പ്രാർത്ഥനയാണ് ബാട്ടിയാസ് അങ്ങനെ എത്തിപ്പെട്ടതാണ്. പക്ഷെ അതിന് വന്നു കഴിഞ്ഞപ്പോഴാണ് നോട്ട്സ് PYQs ഒക്കെ ഒരു എല്ലാം ഒന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ വേറെ തേടി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ചെയ്യും. ആലിയയുടെ ജേണി ആക്ച്വലി കുറച്ചും കൂടി സെൽഫ് റെസിലിയൻ്റ് ആയിട്ടുള്ള സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ജേണിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സോ ടാർഗറ്റ് ചെയ്യുന്ന MDS ടാർഗറ്റ് ചെയ്യുന്ന 2027 ആസ്പിറൻസിന് നിങ്ങൾക്ക് ആദ്യം വേണ്ട കാര്യം നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുള്ള ആ സെൽഫ് ബിലീഫ് തന്നെയാണ്. അത് തന്നെയാണ് നമ്മളെ ത്രൂ ഔട്ട് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ആലിയൻ്റെ ജേണി എന്ന് മനസ്സിലായത്. സോ ആലിയൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ INACET റാങ്ക് 73 ആണ്. ഓൾസോ NEET MDSൽ 2023 എന്നുള്ള റാങ്കിലോട്ട് എത്തിയിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് ആലിയക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചിലോട്ട് തന്നെ എത്താൻ വേണ്ടി പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആൻഡ് ഓൾസോ ജേണിയിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളെ പ്രിപ്പറേഷൻസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും.